നമുക്കറിയാം ഈ കലകളുടെ എല്ലാം സംഗമ ഭൂമിയാണ് എപ്പോഴും ഈ കലോത്സവ വേദികൾ. മത്സരത്തിൻ്റെ ആവേശവും ആകുലതകളും അതുമാത്രമല്ല, അത് കാണാനെത്തുന്നവരുടെ കൗതുകങ്ങളും നമുക്കിവിടെയെല്ലാം ഒരുപാട് കാണാനാകും. ഇവിടെ കൗതുകത്തിനുമപ്പുറം ഒരു ആത്മബന്ധത്തിൻ്റെ കഥ കൂടിയുള്ള ഒരു കാഴ്ച കാണാം. ഒരുപാട് കലോത്സവ വേദികളിൽ കുട്ടികൾക്ക് വേണ്ടി ഓടി നടന്നയാളാണ്. ഇന്നിതാ തലസ്ഥാനത്ത് വീണ്ടും ഒരു കലോത്സവം എത്തുമ്പോൾ ആ ഓർമ്മകൾ മത്സരവേദിയിലേക്ക് വീണ്ടും കൊണ്ടെത്തിക്കുകയാണ് അധ്യാപികയായിരുന്ന ഗീതാംബിക ടീച്ചറെ. 2016 ഞാൻ ഇതുപോലെ വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും കുട്ടികളെ പങ്കെടുപ്പിച്ച് അവരോടൊപ്പം ഇങ്ങനെ ഓടി നടന്നാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇതുപോലെ കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം ആക്റ്റീവായിട്ട് കുട്ടികൾക്ക് വേണ്ടി എന്ത് വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ സ്റ്റേറ്റിൽ പോകണമെങ്കിൽ ഞങ്ങളാണ് മുമ്പിൽ, ഞങ്ങളുണ്ടെങ്കിലേ സ്റ്റേറ്റ് ഉള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു ഓടി നടന്നത്. പക്ഷേ MT നിളാവേദി മത്സരങ്ങളുടെ മാത്രമല്ല, ഈ അമ്മയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് കൂടിയാണ് സാക്ഷിയായത്. അമ്മയുടെ അധ്യാപകരോടൊപ്പം അന്ന് ഫുഡ് കമ്മിറ്റിയിലായിരുന്നു. അപ്പോൾ രാത്രിയും പകലും വെയിലത്തും ഒക്കെ അമ്മ കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുക. അതുപോലെ അമ്മയുടെ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എസ്കോർട്ടിംഗ് ടീച്ചറായിട്ട് അതിന് പങ്കെടുക്കുക. അതൊക്കെയായിരുന്നു അമ്മയുടെ അന്നത്തെ. അപ്പോൾ അമ്മയോടൊപ്പം ഞാനും പോയിട്ടുണ്ട്. അമ്മയും അച്ഛനും ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഇന്ന് എനിക്ക് ആസ്വദിക്കാൻ പറ്റണമെന്നുള്ളതാണ്. അതിലെനിക്ക് ഭയങ്കര അഭിമാനമാണ്, ഭയങ്കര പ്രൗഡാണ്. ഒന്നാമത്തെ പ്രധാന വേദിയിൽ പ്രോഗ്രാം നടത്തിക്കുന്നതിൽ ഒരു ആളായിട്ട് അതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്ക് അവസരം കിട്ടിയതിൽ ഞാൻ ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ സംഗമത്തിന് സാക്ഷിയാവുക എന്നത് ഞങ്ങളുടെ കൂടി നിയോഗമാണ്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം RS ഐശ്വര്യ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.